ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CP സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടവ് മീൻ പൊരിക്കുന്നതുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. വരുമോ, വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയത് അടവ് മീനാണ്. ഇതാണ് അടവ്. നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മുറിച്ചെടുക്കണം. ഇത് നല്ല വണ്ണമുള്ള അടവാണ്. നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. പുറമേ നല്ല മിനുസം ഉണ്ടാകും. നല്ല മീനാണിത്. നല്ല ഫ്രഷ് മീനാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വാങ്ങിയിട്ട് അടവ് മീൻ വാങ്ങിയിട്ട് നോക്കണം. എന്നാലിത് നമുക്ക് മുറിച്ചെടുക്കാം. ഇന്ന് പൊരിക്കാൻ വേണ്ടി കിട്ടിയതാണിത്. ഇന്ന് പൊരിച്ചെടുക്കാനുള്ളതാണ്. നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ചിളകളൊക്കെ എടുത്ത് കളയുക. ഇത് കഴുകിയെടുക്കാം. ഇതിന് തോളികളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ നമുക്ക് എല്ലാം കഴുകിയെടുത്ത് കൊണ്ടുവരാം. കുറച്ച് ഫ്രിഡ്ജിലും വെക്കണം. ബാക്കി ഒരു 3-4 എണ്ണം എടുത്ത് പൊരിക്കുകയും ചെയ്യാം. എന്നാൽ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് മീനൊക്കെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊരു കണ്ടെയ്നറിലാക്കി ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. 2 ദിവസത്തേക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് ഇതുപോലെ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വെച്ചാലും ഫ്രഷായിട്ട് മീൻ ഇരുന്നോളും. ഇത് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി മസാലക്കൂട്ട് പെരക്കി പൊരിച്ചെടുക്കാൻ എടുക്കാം. ഈ അടവ് മീനൊക്കെ ഞാൻ കഴുകി വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായി 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും 5 കാന്താരിയും 2 ചെറിയ ഉള്ളിയും കൂടി ചതുക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് പുരട്ടി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഓരോ അടവ് മീനും ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. ഇത് വലിയ മീനാണ്. എല്ലാം നല്ലതുപോലെ പുരട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. അതുകൂടി ഒഴിച്ച് നമുക്ക് മൂടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. അടവ് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു തവ സ്റ്റൗ മീത വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് പൊരിക്കാറുള്ളത്. ഇത് നല്ലതുപോലെ മീനിലൊക്കെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം മൂറി വരുന്നത് കണ്ടോ? അതിൻ്റെ അർത്ഥം ഇത് നല്ലതുപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ ആ അടവ് മീനൊന്ന് മുരിഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ചെറു തീയിൽ വേണം മരിച്ചെടുക്കുവാൻ വേണ്ടി. എന്നാലേ മീൻ ഫ്രൈ ചെയ്തത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിന് മറുഭാഗവും കൂടി ആ വെളിച്ചെണ്ണയിൽ വെന്ത് വരട്ടെ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ മാത്രം മതി ഇതിന്. നമ്മുടെ അടവ് മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നല്ല അടിപൊളി ടേസ്റ്റിയും ഹെൽത്തിയുമായ അടവ് മീൻ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിച്ച് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.